ഇലക്ട്രോണിക് IT രംഗങ്ങളിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 33 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച ഏറ്റുമാനൂർ മൃഗാശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് മൃഗാശുപത്രികളും ഡോക്ടർമാരുടെ സേവനവും ഒക്കെ കിട്ടുകയാണ്. പക്ഷേ നമുക്കറിയാം, ഒരു മൃഗാശുപത്രിയെ സംബന്ധിച്ച് ഫുൾ ടൈം ഡോക്ടറെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ നമുക്ക് സേവനം അവർക്ക് കൊടുക്കുവാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പകരം സംവിധാനം നമ്മുടെ കേരളത്തിൽ വേണം എന്ന നിലയിലേക്ക് ഞങ്ങൾ ആലോചിക്കുകയും കേരളത്തിൻ്റെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും 152ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അവിടെ നമ്മൾ രാത്രിയിലും പ്രവർത്തിക്കുന്ന തരത്തിൽ ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 1962 നിങ്ങൾ വെറ്ററിനറി ഡോക്ടർമാരെ ആരെയും വിളിക്കേണ്ട, നേരിട്ട് 1962 വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, കർഷകൻ്റെ വീട്ടുമുറ്റത്ത് സേവനം എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ വാഹനവും വെറ്ററിനറി ഡോക്ടറും അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശേഖരിക്കപ്പെടുന്ന മരുന്നുകൾ കൂടി അവരിപ്പോൾ പ്രോജക്റ്റ് വയ്ക്കുന്നുണ്ട്. മരുന്നുകളും നമ്മുടെ വാഹനത്തിൽ സംഭരിച്ചുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും രാത്രികാല വെറ്റിനറി ആംബുലൻസ് സർവീസ് ആരംഭിക്കും. വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെ 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വീട്ടുപടിക്കൽ സേവനമെത്തിക്കും. അതിനുശേഷമാണെങ്കിൽ ജില്ല കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസിൽ സേവനമെത്തിക്കും. മൃഗസംരക്ഷണ വകുപ്പിന്റെ സുവർണ കാലഘട്ടമാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വലിയ സംഭാവനകൾ നൽകുന്ന മേഖലയാണ് ക്ഷീരോത്പാദനവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ. മൃഗസംരക്ഷണം അതിൻ്റെ ഒരു അനിവാര്യമായ ഘടകമാണ്. ഒരുപക്ഷെ ക്ഷീരസംരക്ഷണ വകുപ്പിൻ്റെ സുവർണ കാലഘട്ടമാണിത്. ബഹുമാന്യ ചിഞ്ചു മിനിസ്റ്റർ ഈ മേഖലയിൽ സ്വീകരിച്ച ഒട്ടനവധി നൂതനമായ ആശയങ്ങളും പുതിയ കർമ്മ പദ്ധതികൾ ഈ മേഖലയെ എല്ലാ രംഗത്തും ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മിൽമയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, സ്ഥിരം സമിതി അധ്യക്ഷ അജിത ഷാജി, നഗരസഭാംഗങ്ങളായ രശ്മി ശ്യാം, ES ബിജു, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ PK മനോജ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മാത്യു ഫിലിപ്പ്, ജില്ലാ വെറ്റിനറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ V സുജ, വെറ്റിനറി സർജൻ രാജി ജെയിംസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ്, KI കുഞ്ഞച്ചൻ എന്നിവർ പ്രസംഗിച്ചു. i4E ന്യൂസ്, ഏറ്റുമാനൂർ.